ഹായ് കൂട്ടുകാരെ, സെലം ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് കോളിഫ്ലവർ വെച്ചൊരു റെസിപ്പി നോക്കാം. അതിനായിട്ട് ഇത്രയുള്ള ഒരു കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 250 ഗ്രാം വരെ. അപ്പോഴിത് വെച്ച് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാൻ എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നല്ല, അപ്പം ഞാൻ ഇതുപോലെ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്താ ഇപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതുപോലെ ശകലം ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. അതേപോലെ ചെറിയൊരു പീസ് ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വലിയൊരു സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് വേവാൻ ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് അരപ്പിന് വേണ്ടി ഇതുപോലെ ഒരു 1.5 പിടി തേങ്ങയും അതുപോലെ ഒരു 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. വേവിച്ച് വെച്ചിരുന്ന കോളിഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കാം.
1 ഗ്ലാസ് വെള്ളം ജാറ് കഴിയൊന്ന് ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണൂടെ മുളക് പൊടി ഇട്ട് കൊടുത്ത്. തീരെ അങ്ങ് മഞ്ഞ കളറായിട്ട് ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ നല്ലപോലെ ഇതിൽ മസാലയൊക്കെ കഷ്ണങ്ങളിൽ പിടിപ്പിച്ചെടുക്കണം, എന്നാലേ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതെല്ലാം ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം വെന്ത് അരപ്പൊക്കെ നല്ലതുപോലെ അതിൽ പിടിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? ശാല സമയം തുറന്ന് വെച്ച് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴതിലുള്ള വെള്ളമയം എല്ലാം മാറിക്കിട്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലേ നമ്മുടെ കോളിഫ്ലവർ തോരൻ. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നോക്കാം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.